എന്നോട് പറഞ്ഞത് ഇജ് എൻ്റെ അടുത്ത് വരുന്ന ആളുകളെ ശ്രദ്ധിക്കണം. ഒത്ത് പോകുകയാണെങ്കിൽ വേറെ ആൾ മുഖദ്ദമിൻ്റെ പോയി അതിൽ ബേജാറൊന്നും ആകണ്ട. മനസ്സിലാണ്ടോ? ആവശ്യമില്ലാതെ ഒരു മുഖദ്ദമിനെ മാറും വേണ്ട, ആവശ്യമുണ്ടെങ്കിൽ മാറാൻ നേരം പോകും വേണ്ട. ഞാൻ ഷെയ്ഖിനെ മാറി അതിലും പ്രശ്നമില്ല, അതൊരു ഷെയ്ഖിനെ മാറി മതി. ഷെയ്ഖിനെ മാറിൽ സബബുൽ മുബിഖാത്തായി മനസ്സിലാക്കുന്ന ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. അതും തെറ്റാണ്, അതൊന്നും തിജാനിയത്തിലില്ല. മനസ്സിലാവേണ്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഷെയ്ഖന്മാർ, ആ ഷെയ്ഖിൽ നിന്ന് ഒരു ഷെയ്ഖിലേക്ക് ഒരാൾ മാറിയാൽ തെറ്റല്ല. മനസ്സിലാണ് പറഞ്ഞത്. ഇങ്ങനെ മറ്റുള്ള ഷെയ്ഖന്മാരെ നിസാരപ്പെടുത്തുന്ന വിധത്തിൽ സ്വന്തം ഷെയ്ഖന്മാരെ പുകഴ്ത്തി നാശമാക്കുന്ന രീതിയും ചിലരത്ത് കാണുന്നുണ്ട്. അതും തെറ്റാണ്. നിന്റെ ഷെയ്ഖിനെ നിനക്ക് പുകഴ്ത്താം, പക്ഷേ അഹ്മദ് തിജാനി തങ്ങളുടെ ആ നൂറാനിയത്ത് കിട്ടിയ ഒരു വ്യക്തിയെ നീ ഇകഴ്ത്താൻ പാടില്ല. നമ്മൾ ഓരോ കുറ്റം കുറവ് നോക്കണ്ട. എൻ്റെ ഷെയ്ഖിലേക്ക് ചേർന്നു, ഓരോ ഷെയ്ഖിനോട് തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അതായത് താജുൽ ഉലമാ സദഖത്തുള്ള ഉസ്താദിനോട് ഷെയ്ഖുൽ ശംസുലമ റഹ്മത്തുള്ളാഹിക്ക് എന്തുണ്ടാക്കാം? അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകാം. നീ ആരെ കൂടെയും നിൽക്കാണ്, ഷെയ്ഖുന ശംസുലമന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ജാരെ ഇകഴ്ത്തരുത്. പറയേ ഷെയ്ഖുള്ളൂരെ ഇകഴ്ത്ത ഇന്നെ കിട്ടൂല, ഇന്നങ്ങൾ കാക്കണ്ട, പണ്ടും കാക്കണ്ട, ഇന്നെ കിട്ടൂല. ത്വരീഖത്തിൽ ഒരാൾ ബയ്യത്ത് ചെയ്തു കൊടുക്കുക, പ്രത്യേകിച്ച് തിജാനിയത്തിൽ ബയ്യത്ത് ചെയ്യാൻ ഷെയ്ഖ് അധികാരം കൊടുക്കില്ല. നിലവിൽ ജീവിക്കുന്ന ഷയൂഖുണ്ട്, ഷെയ്ഖന്മാരുണ്ട്. അതിൽപ്പെട്ട ഒരു ഷെയ്ഖാണ് എനിക്ക് സമ്മതം തന്ന ഇബ്രാഹിം സാലിഹ് ഹുസൈൻ തങ്ങൾ. അങ്ങനെ വേറെയുണ്ട്. അപ്പൊ അവരൊക്കെ മുഖദ്ദമാക്കി വെക്കും. തിജാനിയത്തിൽ അതിന് മുഖദ്ദം എന്ന് പറയും. ഒന്ന് കമ്പിമ തൂങ്ങാൻ പറ്റി മുന്നിൽ ഒരു കമ്പിനിട്ടു. ആ കമ്പിയാണ് ഒരു കമ്പിയാണ് ഞാൻ. ഇങ്ങനത്തെ 10,000 കമ്പികൾ വേറെയും ലോകത്തുണ്ട്. അതിൽ ചെറിയ എലുമ്പം കമ്പിയാണ് ഞാൻ. അപ്പം ഇന്നത്ത് തൂങ്ങിയാലും ഇത് ബോംബെയിലെത്തും, പേടിക്കണ്ട. ഞാനൊക്കെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ചവിട്ടുപടിയിലൊരു കാല് കിട്ടിയോ, ഇജ് ഇന്നെ വിട്ടിട്ട് അയിമ കയറിക്കോ, ഇജ് ഉള്ളിക്ക് കയറിപ്പോകണം, ഇജ് ഇന്നെ വിട്ടിട്ട് എവിടേക്ക് പോകരുത്, നേരത്തേക്ക് ചാടരുത്, പിന്നെ ഇജ് പോകൂല. ജിന്നെ വിട്ടാലും എന്ത് വിടരുത്? ബസ്സിനെ വിടരുത്. നിങ്ങൾ എൻ്റെ കൂടെ അല്ല, നിങ്ങൾ ഇന്നെ വിട്ടാലും ആരെ വിടരുത്? മൂപ്പര് ശരിയില്ല, ഞാൻ വിടാണ്, ഇജ് നേരം ചാടി. അപ്പൊ ആരെ വിട്ട്? അപ്പോഴാടാ ചങ്ങായി എന്നെ എനിക്ക് പറ്റിയില്ലെങ്കിൽ ചവിട്ടുപടിമക്ക് കാല് വെച്ചാളാ, കമ്മിയമ്മ പിടിച്ചാൽ നിൽക്കാം. അപ്പോൾ വേറൊരുത്തൻ അതേപോലെ തൂങ്ങണ ഒരുത്തൻ എൻ്റെ ബാക്ക് കൂടി എന്നെ അങ്ങനെ എൻ്റെ ഓള് കെട്ടിപ്പിടിക്കണ മാതിരി കെട്ടിപ്പിടിക്കും. ഓൻ എന്നോട് അനുരാഗം ഉണ്ടായിപ്പോയതല്ല, എന്താണ് ഈ അമുക്കിൻ്റെ പുറത്തു കൂടി പിടിച്ചിട്ട് മറ്റേ കമ്പിമ്മ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഓൻ പിടിച്ചത്, അല്ലാതെ എന്നോടുള്ള അനുരാഗ അഭിനിവേശമൊന്നും ഓനുണ്ടായിട്ടല്ല. അപ്പം അങ്ങനത്തെ ഒരു വ്യക്തി ഉള്ളത് കൊണ്ട് എൻ്റെ പുറത്തിനും എന്തായി ബലായി. ഇപ്പം ഈ ഒന്നും കൂടി ഉള്ളിൽ കയറി. അതേ സമയത്ത് ഇന്നോടുള്ള ദേഷ്യം കൊണ്ട് ഈ കമ്പിമന്ന് വിട്ടാൽ എന്തായി? ഈ ബസ് വിട്ടു. കമ്പിമ പിടിച്ചിട്ട് എവിടേക്ക് ചവിട്ടണം? ചവിട്ടുപടി ചവിട്ടണം, പിന്നെ മേലൊക്കെ കയറിക്കോളും. അപ്പം അടുത്ത ആൾ തള്ളും. തൊഫീക്ക് പിന്നിൽ നിന്ന് തള്ളി തെരുമട് പറഞ്ഞ മാതിരി പിന്നെ മേലക്ക് കള്ളും, പിന്നെ പിന്നെയും തള്ളും. പിന്നെ എനിക്ക് ഇവിടെയെങ്കിലും ഒരു ആ കമ്പിമ അങ്ങനെ ചാരിക്കാനുള്ള സുഖം കിട്ടും. പിന്നെ എനിക്ക് ഒരു രണ്ടാളുള്ള സീറ്റിൽ ഒരാൾ ഇരിക്കാനുള്ള സുഖം, മൂന്നാമത്തെ ആളായി ഇരിക്കാനുള്ള സുഖം കിട്ടും. പിന്നെ അവിടുത്തെ രണ്ടാമത്തെ ആളായി ഇരിക്കാനുള്ള സുഖം കിട്ടും. പിന്നെ എനിക്ക് അവിടെ എൻ്റെ സീറ്റിൽ തന്നെ വേറൊരാളും ഇല്ലാത്ത അവസ്ഥയിലും ആകാം. അതിന് മാത്രം എന്ത് ചെയ്തു പോകണം? ബസ്സിനെ മുറുകെ പിടിച്ച് മുന്നോട്ടണം. ബസ് തിജാനിയത്താണ്, കമ്പി വിടാം. കമ്പിനെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരാൾ വിചാരിക്കേണ്ട ഞാനിവിടുത്തെ ഷെയ്ഖാ, അത് ഇന്നെപ്പറ്റി മാത്രമല്ല പറയണത്. അപ്പം അങ്ങനെ പല ആളുകളുണ്ട്. ഓല് വിചാരിക്കേണ്ട എന്ത്, ഞാൻ ഷെയ്ഖുൽ മശായിഖാണ് മറ്റൊക്കെ തനി വിഡ്ഢിത്തരം പറയാണ്. ആ വിഡ്ഢികളുടെ വഞ്ചനാത്മകമായ വാക്കിൽ എൻ്റെ കുട്ടികൾ പെട്ടുപോണ്ട. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇന്നെപ്പോലത്തെ ആളുകൾ എപ്പോഴും ഒഴിവാക്കി മറ്റൊരാളെ പിടിക്കാവുന്ന ആളുകൾ മാത്രമാണ്. നമ്മൾ ഒരിക്കലും എന്തല്ല തിജാനിയത്തിൻ്റെ ഷെയ്ഖന്മാർ അല്ല. നമ്മളോടുള്ള ദേഷ്യം കൊണ്ട് നിങ്ങൾ നിലത്തേക്ക് ചാടരുത്. നമ്മളെടുത്ത് കുറ്റം കുറവൊക്കെ ഉണ്ടോ? എന്തുകൊണ്ട്? നമുക്ക് തെസ്കിയത്ത് നടന്നിട്ടില്ലല്ലോ. അങ്ങനെയാണ്. കമ്പിയാവിലൊരു സുഖമാണ്. കമ്പിയിൽ എന്താണെന്നറിയോ? ബെറ്റിലെന്നിട്ടും തുപ്പും, ഛർദിച്ചാലും തുപ്പും. ഇതൊക്കെ നാട്ടുകാരൊക്കെ തുപ്പ് കൊള്ളണ സാധനമാണ് ബഹുമാനപ്പെട്ട കമ്പി.
ചിലപ്പോൾ ഇത്രയും തുപ്പും ചവിട്ടും കൊണ്ട് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാനും മതി, കമ്പി നന്നായിട്ടില്ലെങ്കിലും. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, മനസ്സിലായോ പറഞ്ഞത്? കാരണം അതിന് മാത്രം തുപ്പ് കിട്ടും. ആർക്ക് തുപ്പും? അത് ബെറ്റിലെന്നും തുപ്പും, ബെറ്റിലെന്നും ഛർദ്ദിച്ച് ഉപ്പ്, അതൊക്കെ കമ്പിനെ തുപ്പും. തുപ്പൽ ഒരു പുറത്തേക്ക് ആയിരിക്കും വിചാരിച്ച് പറ്റിലായിരിക്കാണ് പറയേ, ബെറ്റിലെ നിന്ന് തുപ്പിയത് പുറത്തേക്ക, പക്ഷെ ആയത് കമ്പി മക്ക. അപ്പം അങ്ങനത്തെ ഒരു കമ്പിയാണ് ഞാൻ. അപ്പം എൻ്റെ മേലെ എല്ലാവരും തുപ്പലും ചവിട്ടലും തൊള്ളിന്ന് വിടുന്ന കേലിയും ഒക്കെ ഉണ്ടാവും. കാരണം കമ്പിയാണല്ലോ. ഞാൻ മഹാനാന്ന് ഞാൻ വിചാരിക്കണ്ട, മനസ്സിലായോ പറഞ്ഞത്? അങ്ങനെ ആരും വിചാരിക്കണ്ട. ഞങ്ങൾ ഇന്നാലിന്ന ആളാണ്. നിങ്ങൾ ആളായാലും നിങ്ങൾ തിജാനി ആവില്ല. നിങ്ങൾ തിജാനി ആണെങ്കിൽ ആരാളാകണം? അഹമ്മദ് തിജാനി തങ്ങളാളാകണം. അഹമ്മദ് തിജാനി തങ്ങളാളാകണമെങ്കിൽ എന്ത് വേണം? അഹമ്മദ് തിജാനി തങ്ങൾക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസായ, ആ വസായ നീ പാലിക്കണം. ഇങ്ങോട്ട് നോക്ക്, ഞാൻ പറയുന്നത് മനസ്സിലാവണില്ലേ? ഇതൊരു വളരെ മർമ്മപ്പെട്ട ഒരു ഉപദേശമാണ്, ശരിക്കും ശ്രദ്ധിക്കണം. അവസാനിപ്പിക്കുന്ന നിർത്തും, ഇപ്പം പെട്ടെന്ന് 5-10 മിനിറ്റോട് നിർത്തും. സിദ്ദീഖ് അദ്ദേഹം കർണാടകത്തിൽ നിന്ന് വരിക, ദാറുൽ ഖുർആൻ്റെ വലിയ സഹായിയ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ കാര്യത്തിലൊക്കെ ബറക്കത്ത് ചെയ്യട്ടെ, ഏർപ്പാടിലും ഖൈറിലും വലിയ റഹ്മത്തും ഖൈറും അള്ളാഹു തആല തുറന്നു കൊടുക്കട്ടെ. നല്ലൊരുത്തനാണ്, ഏർപ്പാടിലൊക്കെ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. നല്ല മനുഷ്യനാണ്. കൊല്ലത്തിൽ 2 വട്ടമെങ്കിലും ദാറുൽ ഖുർആനിൽ വന്നിട്ട് എന്തെങ്കിലും പൈസ തരും. സ്ഥിരമാണ്, കൊല്ലങ്ങളായി നടക്കുന്നതാണ്. ഇപ്പോൾ റമദാനിൽ വന്നിട്ടില്ല, അപ്പോൾ റമദാൻ കഴിഞ്ഞിട്ട് ഓടി വന്നതാണ്. അള്ളാഹു അങ്ങനത്തെ ആളുകളാണ് സത്യത്തിൽ നമ്മുടെ അസറ്റ്. അവരാണ് നമ്മുടെ സമുദായത്തിൻ്റെ ജീവനാഡികൾ. അവരധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ലോകത്തിൻ്റെ നാനാഭാഗത്ത് നടത്തുന്നത്. അവർക്കൊക്കെ അള്ളാഹു എല്ലാവിധ റഹ്മത്തിൻ്റെ വാതിലും തുറന്നു കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്ത് മനസ്സിലാവേണ്ട പറഞ്ഞത് അങ്ങനെ മനസ്സിലാക്കേണ്ടതുള്ളൂ കുട്ടികളെ. ഇപ്പം നിങ്ങളൊരാൾ പോയതുകൊണ്ട് എനിക്കൊരു നഷ്ടമില്ല, നിങ്ങളുടെ അതൊരു ലാഭമില്ല. എന്നോട് പറഞ്ഞത് എൻ്റെ അടുത്ത് വരുന്ന ആളുകളെ ശ്രദ്ധിക്കണം. വസ്തു പോവുകയാണെങ്കിൽ വേറൊരാൾ മുക്കദ്ദമിൻ്റെ പോകുക, അതിൽ ബേജാറൊന്നും ആകണ്ട. മനസ്സിലാണ്ടോ? ആവശ്യമില്ലാന്നവർ മുക്കദ്ദമിനെ മാറും വേണ്ട, ആവശ്യമുണ്ടെങ്കിൽ മാറാൻ നേരം പോകും വേണ്ട. ഞാൻ ഷെയ്ഖിനെ മാറി അതിലും പ്രശ്നമില്ല, അതൊരു ഷെയ്ഖിനെ മാറി എഴുതി. ഇപ്പം ഷെയ്ഖിനെ മാറിൽ സബുൽ മുബിഖാത്തായി മനസ്സിലാക്കുന്ന ആളുകളും നമ്മളെ നാട്ടിലുണ്ട്. അതും തെറ്റാണ്, അതൊന്നും തിജാനിയത്തിലില്ല. ഷെയ്ഖ് മനസ്സിലാവേണ്ട എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഷെയ്ഖന്മാർ, ആ ഷെയ്ഖിൽ നിന്ന് ഒരു ഷെയ്ഖിലേക്ക് ഒരാൾ മാറിയാൽ തെറ്റല്ല. മനസ്സിലാണ് പറഞ്ഞത്. ഇങ്ങനെ മറ്റുള്ള ഷെയ്ഖന്മാരെ നിസാരപ്പെടുത്തുന്ന വിധത്തിൽ സ്വന്തം ഷെയ്ഖന്മാരെ പുകഴ്ത്തി നാശമാക്കുന്ന രീതിയും ചിലരത്ത് കാണുന്നുണ്ട്. അതും തെറ്റാണ്. നിന്റെ ഷെയ്ഖിനെ നിനക്ക് പുകഴ്ത്താം, പക്ഷേ അഹ്മദ് തിജാനി തങ്ങളുടെ ആ നൂറാനിയത്ത് കിട്ടിയ ഒരു വ്യക്തിയെ നീ ഇകഴ്ത്താൻ പാടില്ല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല? അപ്പോൾ ഇതൊക്കെ ഇവിടെ പറയാനുള്ള കാരണം എന്താ അറിയോ? കാരണം ദിവസം ആളുകൾ എനിക്ക് ഫോൺ ചെയ്യാൻ മെസ്സേജ് അയക്കും. ഇത് രഹസ്യം കേട്ടോളി, അതൊന്നൊന്ന് പറയണമെന്ന് ഞാൻ കുറച്ചേന് വിചാരിച്ചതാണ്. ഞാൻ ഉള്ളതുപോലെ പറയാണ്. എന്താണ് ഫോൺ ചെയ്യാൻ മെസ്സേജ് അയക്കുക? എന്താ അത്? ഞങ്ങളെ ഷെയ്ഖാണ് വലിയത്, മറ്റത് വെറുതെ നിർത്തിയിട്ട വണ്ടിയാണ്, അതിൽ കയറിയാക്ക പോകൂല. ആ ഷെയ്ഖ് ശരിയില്ല, ഈ ഷെയ്ഖ് ശരിയില്ല, അതല്ല ഞങ്ങളതാണ് വലിയത് എന്ന് ഓരോരുത്തരും പറയാം. അതിന് നിങ്ങൾ ഇന്ന കാക്കണ്ട, ഞാൻ പറയില്ല. ഇന്നങ്ങളിനാക്കണ്ട, നിങ്ങൾക്ക് വണ്ടി വിടാം, നിങ്ങളെല്ലാവരും പറഞ്ഞാലും ഞാൻ പറയില്ല. എന്തുകൊണ്ട്? എനിക്ക് അഹ്മദ് തിജാനി തങ്ങളുടെ കീഴിലുള്ള എല്ലാവരും ഒന്ന്. അത് ഇന്നലെ ബൈഅത്ത് ചെയ്ത വ്യക്തിയും അവൻ ആത്മാർത്ഥമായി ബൈഅത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ആരെ കുട്ടിയാണ്? അഹ്മദ് തിജാനി തങ്ങളുടെ കുട്ടിയാണ്. അവനെ ബഹുമാനിക്കൽ നമ്മളെ കടമയാണ്. ഇനി ഒരാൾ എൻ്റെ അടുത്ത് വന്നു, എന്ത് ചെയ്ത് വന്നു? ഒരാൾ വരികയാണ്, ഞങ്ങൾ ഇന്നാലിന്നെ ഷെയ്ഖിൻ്റെ അടുത്ത് നിന്ന് വരികയാണ്. ഒരാൾ ഇങ്ങനെ എന്നോട്, അങ്ങനെ പലരും ഉണ്ടാവും. നമ്മൾ ആ ഷെയ്ഖിൻ്റെ ആളല്ല, ഞാൻ നിസ്സാരപ്പെടുത്തൂല. അപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ അടുത്ത് വന്നു, എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഈജിപ്തിൽ പോയി വരിക.
ഈജിപ്തിൽ എന്തിനാ പോയത്? ഞങ്ങൾ ഷെയ്ഖ് എവിടെയാണ്? തിജാനി. ഞങ്ങൾ തിജാനിയാണ്. ആരാ ഷെയ്ഖ്? ഷെയ്ഖ് സലാഹുദ്ദീൻ, അവരാ ഞങ്ങളെ ഷെയ്ഖ്. അപ്പോൾ ഞാൻ അവരെ ഇക്റാം ചെയ്ത് ബഹുമാനിച്ച് എല്ലാവിധ നന്മയും പറഞ്ഞു. അതേ സമയത്ത് ഈ ഷെയ്ഖ് സലാഹുദ്ദീൻ എന്നാൽ എൻ്റെ ഷെയ്ഖ് അല്ല. പക്ഷേ അവർ അവലംബിക്കുന്ന ഷെയ്ഖ് തിജാനിയിൽ ചേർക്കപ്പെട്ട ഒരു ഷെയ്ഖാണല്ലോ. ഷെയ്ഖന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, അത് ഞാൻ ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ. ഞാനും പുതിയങ്ങാടി വഴി പോകുകയാണെങ്കിൽ ഷെയ്ഖ് പഴയ കാലത്തേ ഉണ്ടാവും. എന്തിന്? അത് എൻ്റെ നാട്ടിൽ ദീൻ നിലനിർത്തിയ ഒരാളാണെന്ന് ഷെയ്ഖുന ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹി പഠിച്ചോനെ അവർക്ക് ദർജയേറ്റി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവരെൻ്റെ തബറുക്ക് ആഗ്രഹിച്ചിട്ടല്ല. എൻ്റെ ഒരു കടമ. പുതിയങ്ങാടി വഴി കാറിന് പോവുകയാണെങ്കിൽ ഒരു ഫാത്തിഹ ആർക്കോടും പറയാം, ആർക്കൊതും ഒരു തബറുക്ക് ഞാൻ ആഗ്രഹിക്കില്ല. എൻ്റെ നാട്ടിൽ ദീൻ നടത്തിയ എൻ്റെ ഒരു ദീനിൻ്റെ ഒരു ആലിമാണ് പഠിച്ചോനെ. അവർക്ക് ഞാൻ ചെയ്തു കൊടുക്കേണ്ടത് എൻ്റെ ബാപ്പാക്കൊരു ഫാത്തിഹ പോലെ, എൻ്റെ ബാപ്പാക്കൊരു ഫാത്തിഹ പോലെ ഞാൻ ആർക്കും ഫാത്തിഹ ശംസുലമ ഫാത്തിഹുണ്ട്. അതിലെ പോകുമ്പോൾ എന്തുകൊണ്ട് മനുഷ്യൻ 10-90 വയസ്സ് കഷ്ടപ്പെട്ട് നിലനിർത്തിയല്ലേ ഇവിടുത്തെ ദീന് സുന്നത്യമായത്. ഈ മുസ്ലിയാരി എന്ന ഓർത്താ ഉടനെ ഞാൻ ഫാത്തിഹുണ്ട്. എന്തുകൊണ്ട്? അവർ എൻ്റെ ഷെയ്ഖൊന്നുമല്ല, ഞാൻ അവർ തബറുക്ക് ഉദ്ദേശിക്കാൻ പാടില്ല, തിജാനിയാണ്. അതേ സമയത്ത് അവർ എൻ്റെ നാട്ടിൽ ചോര തുപ്പിയിട്ട് കഷ്ടപ്പെട്ടാണ് ഇവിടെ സുന്നി ഉണ്ടാക്കിയത്. എൻ്റെ അല്ലേ? അവർക്കൊരു ബാധ്യത നമുക്കുണ്ടോ? അല്ലേ? ഉണ്ട്. അതേ സമയത്ത് വണ്ടൂർ വഴിക്ക് പോവുകയാണെങ്കിൽ സദഖുല്ലൂരിലേക്ക് ഫാത്തിഹ. അവർ സമസ്തയല്ല, അവരാരാണ്? സമസ്താനാണ്. ഞാൻ സമസ്ത പക്ഷത്തേക്ക് ചേർക്കപ്പെട്ട ഒരാളാണ്. അതേ സമയത്ത് സംസ്ഥാന പക്ഷത്തേക്ക് ചേർക്കപ്പെട്ട ആളല്ല. നാടും പണ്ടേ ഓടും. എന്തുകൊണ്ട്? എനിക്കവിടെ എന്ത് ശംസുൽ ഉലമയാണ്, എന്ത് താജുൽ ഉലമ, എന്ത് വ്യത്യാസമുള്ളത്? ഇവർ രണ്ടാളും നമ്മളെ നാട്ടിലെ ഇൽമിൻ്റെ നിറകുടങ്ങളാണ്. അത് നാദാപുരം വഴിക്ക് പോവുകയാണെങ്കിൽ കിയേനവർക്കൊരു വാർത്തോടും. എന്തേ എന്തുകൊണ്ട് പറയടൂ? എന്തുകൊണ്ട്? ആ കിയേനയുടെ ശിഷ്യന്മാര് 10,000-ങ്ങളാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇന്ന് അവരോട് നമുക്ക് ബാധ്യത ഉണ്ടോ അല്ലേ? കുട്ടി ബാധ്യത ഉണ്ടോ അല്ലേ? അപ്പൊ ഞാൻ എന്ത് പറയാനപ്പോ ഞാൻ ഈ വിഷയം കൊണ്ടുവന്നത്? എന്ത് പറയാനത് കൊണ്ടുവന്ന്? എന്തോ ഒരു കാര്യം പറയാനാണത് കൊണ്ടുവന്നല്ലോ. എന്ത് പറയാനത് കൊണ്ടുവന്ന്? അതെ അല്ല, മശായിഖന്മാർ തമ്മിലുള്ള ഭിന്നത നമ്മളെ ബാധിക്കാൻ പാടില്ല. നമ്മൾ ഓരോ കുറ്റം കുറവ് നോക്കണ്ട. എൻ്റെ ഷെയ്ഖിലേക്ക് ചേർന്നു, ഓരോ ഷെയ്ഖിനോട് തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അതായത് താജുൽ ഉലമ സദഖത്തുള്ള ഉസ്താദിനോട് ഷെയ്ഖുന ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹിക്ക് എന്തുണ്ടാകാം? അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകാം. നീ ആരെ കൂടെയും നിൽക്കാണ്, ഷെയ്ഖുന ശംസുൽ ഉലമന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ജാരെ ഇകഴ്ത്തരുത്. ഇകഴ്ത്ത എന്നെ കിട്ടൂല, ഇങ്ങനെ കാക്കണ്ട, പണ്ടും കാക്കണ്ട, ഇങ്ങനെ കിട്ടൂല. എന്റെ അതിന്റെ രോമത്തിന് പറ്റിയ ഒരാളാരാണ് ഇവിടെ ഉള്ളത്? അതേ സമയത്ത് ഞാൻ സമസ്ത പക്ഷത്തേക്ക് ചേർക്കപ്പെട്ട ഒരാളുമാണ്. അപ്പൊ എന്നതുപോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഷെയ്ഖ് സലാഹുദ്ദീനെ കണ്ടുവരികയാണ്. ഞാൻ അവരോട് കാര്യങ്ങൾ എന്താ അവർക്ക് സുഖല്ലേ, എന്താ അവരെ വർത്താനം ഒക്കെ ചോദിച്ചു. അതേ സമയത്ത് എൻ്റെ ഷെയ്ഖും ആ ഷെയ്ഖും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് താനും. അത് ആ ഷെയ്ഖിനെ ഇകഴ്ത്താൻ എനിക്ക് കാരണം അല്ല. കാരണം ഒരു തിരക്ക് തിരയെ തല്ല, ഒരു തിരയെ തല്ലും. അതായത് തിരയെ തല്ല ഇറങ്ങാനോ? അവനെ കടലമ്മ കൊണ്ടുപോയി ഇജട് പോവും. തിരക്ക് തിരയെ തല്ലാം, തിരയെ നീ തല്ലരുത്. നീ തല്ലിയാൽ അവനെ കടലമ്മ കൊണ്ടുപോകും. വയലാർ പാട്ട് പാടിയ മാതിരി. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. തിരക്ക് തിരയെ തല്ലാം. ഷെയ്ഖിന് ഒരു ഷെയ്ഖുമായി അഭിപ്രായ വ്യത്യാസത്തിലാകാം. അതിൽ നിനക്കൊരു അഭിപ്രായമുള്ള ഷെയ്ഖിലേക്ക് നീ ചേർന്നു നിൽക്കാം. അതേ സമയത്ത് നീ എന്ത് ചെയ്യരുത്? എന്ത് ചെയ്യരുത്? വേറൊരു ഷെയ്ഖിനെ കേൾത്തരുത്, വേറെ ഷെയ്ഖിന്റെ ആളുകളെ കേൾത്തരുത്. അത് ആ ഷെയ്ഖിന്റെ എന്ത് ഷെയ്ഖ് എങ്ങനെയാ നമ്മളെ ഷെയ്ഖ് വലിയതാണ് പറയരുത്. അത് നിങ്ങൾ ഇന്നെ കാക്കണ്ട.
ഇതൊക്കെ നിലവിൽ ത്വരീഖത്തിന്റെ ദുഅഫുകളാണ്. അതിന് കാരണം ഇതിൻ്റെ ഇടയിലെല്ലാം നൂലൂട്ടുന്ന ചില മുഫ്സിദീങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് കാരണം. ഫിത്ന ഫസാദ് ത്വരീഖത്തിന്റെ വിറുതാണ് ചെല്ലുക, എന്നിട്ട് ഫിത്നയും ഫസാദും പരത്തുക. അക്കൂട്ടത്തിൽ കൂടരുത്. നിങ്ങളാര് കൂടിയാലും റഹ്മത്തുള്ള ഉണ്ടാവില്ല. കാരണം എൻ്റെ ഷെയ്ഖ് അഹമ്മദ് ജാൻ തങ്ങൾ നാളെ അവരെ അടുത്ത് നിന്നാൽ ഒരു ഗുണം എനിക്കില്ലെങ്കിലും എൻ്റെ ഒരു കുട്ടിനെയും ചീത്ത പറഞ്ഞില്ല, ആ ഗുണമെങ്കിലും എനിക്കുണ്ടാവുമല്ലോ. ഞാൻ ഒരു തിജാനും ചീത്ത അറിയില്ല, ഒരു തിജാനിയെ പറ്റി ഗീബത്തിനെ പറയില്ല, പറയൂല, നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ കേട്ടിട്ടില്ല, ഇങ്ങോട്ട് കേൾക്കില്ല. അതേസമയത്ത് ഞാനൊരു ഷെയ്ഖിലേക്ക് ചേർക്കപ്പെട്ട ആളാണ്. എൻ്റെ ഷെയ്ഖിൻ്റെ അസ്ലി എന്ന് പറഞ്ഞാൽ എൻ്റെ ഷെയ്ഖിൻ്റെ അസ്ലാണ് എന്ത് ബഹുമാനപ്പെട്ട മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്രാഹിം നിയാസിൽ കൗലഖി തങ്ങൾ. ആ അഷ്ജറത്തു നൂറാനിയത്തിൽ നിന്നാണ് എൻ്റെ ഷെയ്ഖിന് കിട്ടുന്നത്. അതായത് നമ്മുടെ വല്ലിപ്പയാണ് ആര് ആര് ഷെയ്ഖ് ഇബ്രാഹിം നിയാസിൽ കൗലഖി തങ്ങൾ റളിയല്ലാഹു അൻഹു, അല്ലാഹു ദറജയേറ്റി കൊടുക്കട്ടെ. അതായത് നമ്മുടെ ഉപ്പാടെ ഉപ്പ, അതായത് ആ ഷജറത്തു നൂറാനിയത്തിൽ നിന്ന് ഷെയ്ഖ് ഇബ്രാഹിം നിയാസിൽ കൗലഖി എന്ന ഷജറത്തു നൂറാനിയത്തിൽ നിന്നാണ് ആരെടുക്കുന്നത്? ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ്, അവരാണ് നമ്മൾ ഷെയ്ഖ്. അതേ സമയത്ത് അതേ ഷജറത്തിനടുത്ത് വേറെ ഷെയ്ഖ് ഉണ്ട്, ഒരുപാട് ആളുണ്ട്. ഒരു ഷെയ്ഖിനെ പറയാ കേരളത്തിന് പരിചയമുള്ള ഷെയ്ഖുൽ ഖൈരി. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അവരെ പറ്റി ഒരു ഗീബത്ത് പറയുന്നവർ എന്റെ മജ്‌ലിസിൽ വരരുത്, എന്റെ മജ്‌ലിസിൽ വരരുത്, എന്റെ മജ്‌ലിസിൽ വരരുത്. ഞാനവരെ പൊരുത്തപ്പെടില്ല. എന്തുകൊണ്ട്? അവരിന്റെ വല്ലിപ്പാന മക്കളല്ലേ. നിങ്ങൾ എന്ത് വിചാരിച്ചാണ് ഷെയ്ഖുൽ ഖൈരിയെയും ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് തങ്ങളെ വ്യത്യാസപ്പെടുത്തി? നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങൾക്ക് വലിയ നിങ്ങളെ ഷെയ്ഖനെ, പക്ഷെ മറ്റേ ഷെയ്ഖനെ നിങ്ങളെ ഇകയത്തുന്ന എന്തുകൊണ്ട്? നിങ്ങൾ എന്ത് വിചാരിച്ചേ? നിങ്ങൾക്ക് എന്തറിയും? ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ ഇന്നത്തെ ദിവസം ഇവിടെ പല പരിപാടികളും നടക്കുന്നുണ്ട്. ഷെയ്ഖുൽ ഖൈരിയുടെ ആളുകൾ ബയ്യത്ത് അവർക്കും ഉണ്ട്, നമ്മളത് ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ആരുടേതാണ്? ഒരു ബാപ്പാൻ്റെ. ആരാണ് ആ ബാപ്പ? അഹമ്മദ് ജാൻ തങ്ങൾ. ഞാൻ ഈ ആഴ്ച അതിൽപ്പെട്ട ആളുകൾക്ക് ചിലർക്ക് ഫോൺ ചെയ്ത് കിട്ടിയില്ല, ചിലർക്ക് ഫോൺ ചെയ്തു. പിന്നെ നമ്മൾ ഇങ്ങനെ കൂട്ടം കൂടി ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് ദാറുൽ ഖുർആൻ ഇങ്ങനെ നടത്താൻ. അപ്പം പിന്നെ എന്താ എൻ്റെ അഭിപ്രായം? ആയിക്കോട്ടെ ഉസ്താദെ, നിങ്ങൾ അങ്ങനെ നടക്കി, അത് നടക്കട്ടെ, ഞങ്ങളിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ആയിക്കോട്ടെ. അപ്പം അവർ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി. ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റുസുലി, അവരെ നമ്മൾ പരിധി വിട്ട് വ്യത്യാസപ്പെടുത്തരുത്. അവരൊക്കെ നമ്മളെ വാപ്പാൻ്റെ മക്കൾ തന്നെയാണ്. നമ്മളെ അടിസ്ഥാന ബാപ്പ ആരാണ്? തിജാൻ തങ്ങളാണ്. അവരെ പറ്റി ഗീബത്ത് പറയരുത്. ഇബ്രാഹിം സാലിഹ് തങ്ങളെ വണ്ടി കയറിയാലോ ആ വണ്ടി ഓടൂല എന്ന് പറയരുത്. അവരും പറയരുത്. ഷെയ്ഖുൽ ഖൈരി തങ്ങളെ വണ്ടി കയറി ആ വണ്ടി പോകില്ല എന്ന് നമ്മളും പറയരുത്. അങ്ങനെ വന്നാലുണ്ടാവുന്ന പ്രശ്നം എന്താണ്? ഈ പ്രശ്നം ഇത് സാധുക്കളായ ജനങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് ഹക്കായി മാർഗത്തിലേക്ക് വരുന്നതിന് തടസ്സമുണ്ടാവും. പാവങ്ങളാണ്. അവർക്ക് എവിടുന്നാണ് പടച്ചോനെ രക്ഷ എന്ന് വിചാരിച്ച് നടക്കുന്നവരാണ് ഇന്ന് ദശലക്ഷക്കണക്കായ ആളുകൾ നമ്മുടെ നാട്ടിൽ. ഓലെന്നെ തമ്മിൽ ഇത് ആരെ തല്ലും? ഷെയ്ഖന്മാരല്ല. ഷെയ്ഖന്മാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, അതെവിടെ ഉണ്ടാകാനോ. ഇപ്പോൾ ഷാഫി ഇമാമും ഹനഫി ഇമാമും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കൂടെ? നവവി ഇമാമും റാഫി ഇമാമും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഖിലാഫല്ലിൽ റാഫിഈ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഫത്തുൽ മുനിൽ കാണാറുണ്ടല്ലോ. ചില മസലകൾ മഖ്ദൂം തങ്ങൾ എഴുതി വന്ന് ഷാഫി മദ്ഹബിലെ മുഖ്താറായ മസല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഖിലാഫല്ലിൽ ഇമാമി റാഫി ഇമാമിനെതിരായിട്ട് എന്ന് പറയലുണ്ടല്ലോ. മനസ്സിലായില്ലേ? പല കിതാബിലും കാണാറുണ്ടല്ലോ. അതെന്ത്? നമ്മൾ നവവി ഇമാമിൻ്റെ ഭാഗത്ത് നിൽക്കണവരാണ്. അതേ സമയത്ത് റാഫി ഇമാമിനെ കുറ്റം പറയാൻ പാടില്ല. റാഫി ഇമാമ് നിനക്ക് നവവി ഇമാമ് ആരാണോ അങ്ങനെയാണ് വേറൊരു കൂട്ടർക്ക് ആര് റാഫി ഇമാമ്. ഓലൊക്കെ നമ്മളെ ബാപ്പാൻ്റെ മക്കളാ. നമ്മളെ ബാപ്പാറ മദ്ഹബിലെ നമ്മളെ ബാപ്പ ആരാ?
ഷാഫി മാമ് എന്തിനാണ് ജിൻ്റെ ഒരു കുട്ടീനെ കുറ്റം പറഞ്ഞാൽ ആരടാന്ന് ചോദിച്ചാൽ എന്താ മറുപടി അറിയാം? അങ്ങനെ നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങളൊക്കെ പൊയ്ക്കോളി. നിങ്ങൾ പക്ഷപാതിത്വം കാട്ടുന്ന ഒരാൾ എൻ്റെ അടുത്ത് വരരുത്. ഞാൻ ആ ഇത് കൂട്ടത്തിലില്ല. എനിക്കിതുകൊണ്ട് നാളെ രക്ഷപ്പെടണം. ഇതൊക്കെ ഒന്നായി പോകണം. പല ശൈഖന്മാർക്കും പല മീസത്തുണ്ടാവും, പല മക്കൾക്കും പല മീസത്തുണ്ടല്ലോ. എനിക്ക് 9 മക്കളാണ്. ഒരു മകനെ പോലെയല്ല മറ്റേ മകൻ, ഒരു മകളെ പോലെയല്ല മറ്റേ മകൾ. എന്നാൽ ഓളെ തള്ളാൻ പറ്റില്ല. ഓക്കൊരു പ്രത്യേകത ഉണ്ട്. എനിക്ക് 2 ഭാര്യമാരുണ്ട്. ഒരു ഭാര്യയേക്കാൾ മികവുള്ള ആളാണ് മറ്റേ ഭാര്യ, മറ്റേ ഭാര്യയേക്കാൾ മികവുള്ള ആളാണ് മറ്റേ ഭാര്യ. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഞങ്ങളെ ഒരു തള്ളാൻ പറ്റുക? നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവുണ്ട്. ഒരാൾക്ക് ഒരു ഭാഗത്താണ് മികവെങ്കിൽ മറ്റൊരാൾക്ക് മറ്റൊരു ഭാഗത്താണ് മികവ്. അങ്ങനെയൊക്കെ ഉണ്ട്. ഷെയ്ഖ് ഹബീബ് സാൽ തങ്ങൾ ഇവിടെ 6 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ സന്ദർശനം നടത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹബീബ് സാൽ തങ്ങൾ ദാറുൽ ഖുർആനിൽ വന്നിരുന്നു. മനസ്സിലായില്ലേ? ഷെയ്ഖുൽ ഖൈരി തങ്ങളുടെ ഇന്ത്യയിലേക്കുള്ള ഖലീഫയാണ് ആര്? ഷെയ്ഖ് ഹബീബ് സാൽ തങ്ങൾ. അപ്പോൾ ഹബീബ് സാൽ തങ്ങൾ വന്നപ്പോൾ പിന്നെ ഞാൻ അവരെ ആദരിച്ചു. പിന്നെ ഭക്ഷണം കൊടുക്കാൻ സൗകര്യം ഉണ്ടായില്ല. കാരണം അവരന്ന് സ്വായ്മ നോമ്പുകാരനാണ്, സുന്നത്ത് മോച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നെ സംസാരിച്ച മധ്യ ഞാനോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഷെയ്ഖിൽ ഞാൻ തബറുക്കൻ സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പിന്നീട് വേണമെങ്കിൽ നേരിട്ട് വരാം. ഇപ്പം എനിക്ക് തബറുക്കൻ, അവർ വലിയ മഹാനാണ്, എനിക്കറിയാം. കാരണം എനിക്കെൻ്റെ ബാപ്പ വലിയ മഹാനാണ്. എന്നാലും മറ്റൊരു കയ്യിൻ്റെ വർക്കത്തും എനിക്ക് കിട്ടാമല്ലോ. ഇതൊക്കെ ഒറ്റ കൈ തന്നെ ആണല്ലോ. അപ്പോൾ അദ്ദേഹം ആയിക്കോട്ടെ, അതിനെന്താ. ഞാൻ സെനഗലിലേക്ക്, മൗറിട്ടാനിയയിലാണ് അവരുള്ളത്, അങ്ങോട്ട് അടിക്കാമെന്ന് പറഞ്ഞു. അടിച്ചു കിട്ടി. ഞാൻ അവരിൽ നിന്ന് ഫോണിലൂടെ അത് സ്വീകരിച്ചു. അപ്പോൾ അവരും എനിക്ക് ഷെയ്ഖാണ്. എന്നാൽ എൻ്റെ പ്രധാനപ്പെട്ട ഷെയ്ഖ് ബഹുമാനപ്പെട്ട നിലവിൽ ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് അൽ ഹുസൈനി തങ്ങളാണ്. എന്നാൽ ആ തബറുക്ക് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അവരിൽ ഒരാളെയും, ഇനി അതൊന്നുമല്ല, ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് തങ്ങൾ ഇവിടെ വന്നു. ഹഫീദ് തിജാനി, മഹാനായ അഹമ്മദ് തിജാനി തങ്ങളെ പേരക്കുട്ടിയാണ് ആര്? അബ്ദുൽ ഹമീദ് തങ്ങൾ മൊറോക്കോയിൽ വന്നു, ഇല്ലേ? ഓർമ്മയില്ലേ? നമ്മൾ സ്വീകരിച്ചു ബറക്കത്തിന്. നമ്മളെ ഷെയ്ഖിനെ ഒഴിവാക്കിയിട്ടുമില്ല. ഈ ഒഴിവാക്കൽ എന്ന വാക്കിനൊന്നും ഒരു അർത്ഥം അതും ഇല്ല. അവരെ കയ്യിലും ബറക്കത്തുണ്ടാവും, അവൻ വാങ്ങി. ഷെയ്ഖ് റാലി കന്നൂന് എന്ന വേറൊരു മഹാനുണ്ട് മൊറോക്കോയിൽ. അവിടുത്തെ പല കാര്യത്തിൻ്റെയും സൂക്ഷിപ്പുകാരനാണ്, വലിയ മഹാനാണ്. ആ മഹാനിൽ നിന്ന് സ്വീകരിച്ചവനും കേരളത്തിലുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? ഞാൻ അവരെ ഇക്രാമ് ചെയ്യുന്ന ആളാണ്, കുറ്റം പറയാറില്ല, കുറ്റം പറയില്ല. അവരെയോ അവരിൽ സ്വീകരിച്ചവരെയോ കുറ്റം പറയില്ല. അപ്പം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ ഇഖ്വത്ത് തമ്മിൽ ആക്ഷേപിക്കുക എന്ന പരിപാടിയാണ് നമ്മൾ ഒന്നാമതായി നിർത്തേണ്ടത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. തമ്മിൽ ആക്ഷേപിച്ചാൽ അത് ഒന്ന് നമ്മുടെ അശറത്തിൽപ്പെട്ടതാണ്. ഇഖ്വത്തിൻ്റെ ഇടയിൽ പരസ്പര സ്നേഹവും പൊരുത്തവും ഉണ്ടാക്കുക. ഷെയ്ഖന്മാരെ ആക്ഷേപിക്കാതിരിക്കുക. നിൻ്റെ റുത്ബയുടെ മുകളിലുള്ളവർ നിൻ്റെ ഷെയ്ഖല്ലെങ്കിലും ആദരിക്കണം. ഇത് പ്രധാനപ്പെട്ട ഷർത്ത.